സമന്വയ വിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെള്ളറട തെക്കൻ കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മല കയറുവാൻ ഒഴുകിയെത്തുന്നത്. തെക്കൻ കുരിശുമലയ്ക്ക് ആധികാരികമായി ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും തീർത്ഥാടകരുടെ അറിവിലേക്ക് തെക്കൻ കുരിശുമലയുടെ പതാക പ്രയാണം മുതൽ നെറുകയിലെ വിശുദ്ധ കുരിശ് വരെയുള്ള സ്പോട്ടുകളും അവയുടെ വിശദീകരണവും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. 1998, 1999 കാലഘട്ടങ്ങളിൽ നെടുവാൻവിള ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ നിന്നും കുരിശുമല സംഗമവേദിയിലേക്ക് KCYMന്റെ നേതൃത്വത്തിൽ പതാക പ്രയാണ ഘോഷയാത്ര നടത്തുകയുണ്ടായി. പതാക പ്രയാണം കുറച്ചുകൂടി സുഗമമാകുവാൻ വേണ്ടി ഉണ്ടൻകോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും പതാക പ്രയാണം ആരംഭിച്ചിരുന്നു. മത്യദാസച്ചന്റെ കാലഘട്ടത്തിൽ വെള്ളറടയിൽ നിന്നും വർണ്ണശഫലമായ ഘോഷയാത്രയും ആനപ്പാറ ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്നും പതാക പ്രയാണവും കുരിശുമല സംഗമവേദിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞൂർ വിൻസെന്റ് K. പീറ്ററച്ചന്റെ കാലഘട്ടത്തും വെള്ളറടയിൽ നിന്നും വർണ്ണശഫലമായ ഘോഷയാത്രയും ആനപ്പാറയിൽ നിന്ന് പതാക പ്രയാണവും ആരംഭിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തും നോമ്പാചരണത്തോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴിക്കും റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞൂർ വിൻസെന്റ് K. പീറ്ററച്ചൻ വെള്ളറടയിൽ നിന്നും തുടക്കം കുറിച്ചു. പതാക പ്രയാണം കുറച്ചുകൂടി സുഗമമാകുവാൻ വേണ്ടി കുരിശുമല വിശുദ്ധ 10-ാം പിയൂസ് ദേവാലയത്തിൽ നിന്നും കുരിശുമല സംഗമവേദിയിലേക്ക് വിൻസെന്റ് അച്ഛന്റെ നേതൃത്വത്തിൽ പുനർക്രമീകരിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് കുരിശുമല ഇടവക ആനപ്പാറ ഇടവകയോട് ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. സംഗമവേദിയിൽ ഉയരുന്ന പതാകയോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിനും തുടക്കം കുറിക്കുന്നു. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന കൂതാളിയിൽ ഏവർക്കും അനുഗ്രഹ വർഷം ചൊരിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനാ കേന്ദ്രമാണ് ക്രിസ്തുരാജ കുരിശടി. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ സ്വീകരിക്കുന്ന പ്രവേശന കവാടങ്ങളാണ് തമിഴ്നാട്ടിലെ ആറുകാണി, പത്തുകാണി, കേരളത്തിലെ കൂതാളി, കത്തിപ്പാറ എന്നീ സ്ഥലങ്ങൾ. എന്നാൽ തീർത്ഥാടകരിൽ ഭൂരിഭാഗം പേരും കടന്നു വരുന്നത് കൂതാളി വഴിയാണ്. അതുകൊണ്ട് തന്നെ കൂതാളി കുരിശുമലയുടെ കവാടം എന്നറിയപ്പെടുന്നു. 2003, 2004 കാലഘട്ടങ്ങളിലാണ് കുരിശടിക്കായി കൂതാളിയിൽ 15 സെന്റ് സ്ഥലം വാങ്ങിയത്. ഇന്നീ കാണുന്ന മനോഹരമായ ക്രിസ്തുരാജ കുരിശടി സ്ഥാപിച്ചത് കുരിശുമലയുടെ മുൻകാല റെക്ടറായിരുന്ന ഫാദർ ജോയ് മത്യദാസാണ്. ത്യാഗോജ്വലമായ പരിശ്രമത്താൽ വെറും 15 ദിവസം കൊണ്ടാണ് അച്ഛൻ കുരിശടി പൂർത്തീകരിച്ചത്. 2013 മാർച്ച് 13 അഭിമന്യ ഡോക്ടർ വിൻസെന്റ് സാമുവൽ പിതാവ് കുരിശടിയുടെ കൂദാശ കർമ്മം നിർവഹിച്ചു. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം കുരിശുകളും സമാധാനത്തോടും പുഞ്ചിരിയോടും കൂടി സ്വീകരിക്കുവാനും ജീവിതമാകുന്ന തീർത്ഥാടന പാതയിൽ ദൈവത്തിൽ ആശ്രയിച്ച് നല്ല മക്കളായി മുന്നേറുവാനും ക്രിസ്തുരാജൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. മലയോര പ്രദേശങ്ങളായ കൂതാളി, കാക്കത്തൂക്കി, പന്നിമല, ചെമ്പകത്തരിശ്, കത്തിപ്പാറ, കൂനിച്ചി, കൊണ്ടകെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന ഒരു ജനതയ്ക്ക് ആത്മീയ ചൈതന്യം പകർന്നു നൽകുന്ന ഒരു അഭയകേന്ദ്രമാണ് വിശുദ്ധ 10-ാം പിയൂസ് ദേവാലയം കുരിശുമല. ഈ ദേവാലയം പണി കഴിക്കുന്നതിനു മുമ്പ് ഈ പ്രദേശത്തെ ആളുകൾ മൈലുകൾ താണ്ടി ഉണ്ടൻകോട് ഇടവകയിലായിരുന്നു ദിവ്യബലിക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നത്. കുരിശുമലയുടെ പിതാവും ബെൽജിയം മിഷണറിയും സന്യാസി വര്യനുമായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD ആയിരുന്നു അന്ന് ഉണ്ടൻകോട് വികാരി. മലയോര ഗ്രാമത്തിൽ ഒരു ദേവാലയത്തിന്റെ ആവശ്യകതയും വിശ്വാസികളുടെ അഭിലാഷവും മനസ്സിലാക്കിയ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനാണ് കുരിശുമല ദേവാലയം സ്ഥാപിച്ചത്. 1954 നവംബർ 1-ാം തീയതി ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചു. 1955 നാം ഇന്ന് കാണുന്ന ദേവാലയം പണി കഴിപ്പിച്ചത്. ദേവാലയത്തിന്റെ ഉദ്ഘാടനം ഒരു ഗ്രാമോത്സവത്തിന്റെ പകിട്ടോടെയാണ് ഇന്നാട്ടുകാർ ആഘോഷിച്ചത്.
സ്വന്തമായി ഒരു ദേവാലയം നൽകിയ ദൈവത്തിനും അതിന് വഴിയൊരുക്കിയ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനും വിശ്വാസികൾ ആനന്ദഘോഷത്തോടെ നന്ദി അർപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായ 6000 രൂപ സംഭാവനയായി നൽകിയത് വിശുദ്ധ 10-ാം പിയൂസിന്റെ തന്നെ ഭക്തരായ ബെൽജിയത്തെ ഹോട്ടൽ ജീവനക്കാരികളായിരുന്ന 2 സഹോദരിമാരായിരുന്നു. കർമ്മലീത്ത സഭയുടെ മിഷണറികളും തദ്ദേശീയരായ നാട്ടുകാരും ദേവാലയ നിർമ്മാണത്തിൽ ബാപ്റ്റിസ്റ്റ് അച്ഛനോടൊപ്പം കൈകോർത്തു. ഈ പ്രദേശത്തെ ജനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം വളർത്തിയെടുക്കുന്നതിലും നാടിന്റെ സമഗ്ര വളർച്ചയിലും ഈ ദേവാലയം നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. പിന്നീട് ബാപ്റ്റിസ്റ്റ് അച്ഛന്റെയും കർമ്മലീത്ത വൈദികരുടെയും പ്രവർത്തന കേന്ദ്രമായി കുരിശുമല ദേവാലയം മാറുകയും ചെയ്തു. ഉണ്ടൻകോട് ഇടവകയുടെ കീഴിലായിരുന്ന ദേവാലയം 1973 കിളിയൂർ ഇടവകയുടെയും 1992 ആനപ്പാറ ഇടവകയുടെയും ഉപ ഇടവകയായി മാറി. 1986 കുരിശുമല സംഗമവേദി രൂപമെടുക്കുന്നത്. അതിനു മുൻപ് വരെ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഇടത്താവളം എന്ന ഒരു സങ്കേതം ഇല്ലായിരുന്നു. വർഷം തോറും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങളുടെ തിരക്ക് കാരണം നെറുകയിലെ നിയന്ത്രിക്കാനുള്ള സൗകര്യക്കുറവും അവരുടെ തിരക്ക് ക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു സംഘാടകരിൽ സംഗമവേദി എന്ന ആശയം രൂപമെടുക്കുന്നത്. സംഗമവേദി പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത വൈദിക ശ്രേഷ്ഠരായ ഫാദർ എം നിക്കോളോസും ഫാദർ ജി ക്രിസ്തുദാസും സംഗമവേദിയിൽ ബലിയർപ്പിക്കുന്നതിനായി ഒരു ബലിവേദിയും ഒരു ബലിപീഠവും 1986 മാർച്ച് 15 നിർമ്മിച്ചു. ബലിപീഠത്തിന്റെയും ബലിവേദിയുടെയും ആശീർവാദവും പ്രഥമ ദിവ്യബലി അർപ്പണവും അഭിവന്യ സൂസപ്പാക്യം പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ലത്തീൻ, സുറിയാനി എന്നീ ഭാഷകളിലും ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര എന്നീ റീത്തുകളിലുമുള്ള ദിവ്യബലികൾ ഈ ബലിവേദിയിൽ നടന്നു വരുന്നു. ഇതര ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനകളും ആരാധനകളും ഗാന ശുശ്രൂഷകളും ധ്യാനങ്ങളും ജാഗരണ പ്രാർത്ഥനകളും തുടങ്ങിയവയും വിവിധ സാംസ്കാരിക പരിപാടികളും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിവിധ മേലധ്യക്ഷന്മാരും ജനപ്രതിനിധികളും സാംസ്കാരിക നായകരും മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും ഇവിടെ നടന്നു വരുന്നു. മല കയറാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 10,000-കണക്കിന് വിശ്വാസികൾക്ക് ഒരു അഭയകേന്ദ്രം കൂടിയാണ് സംഗമവേദി. തീർത്ഥാടന സമയത്ത് തുടർച്ചയായി സംഗമവേദിയിൽ നടന്നു വരുന്ന ആത്മീയ ശുശ്രൂഷകൾ ഇവർക്ക് അനുഗ്രഹപ്രദമാണ്. ഓരോ വർഷവും തീർത്ഥാടന പതാക ഉയരുന്നതും ഇവിടെ നിന്നാണ്. തെക്കൻ കുരിശുമലയിലെത്തുന്ന ജനലക്ഷ്യങ്ങൾക്ക് നിറപുണ്യമായി പ്രക്ഷോഭിക്കുന്ന പുണ്യയിടമാണ് സംഗമവേദിയിലെ പിയാത്ത ധ്യാനപീഠം. 1998 പിയാത്ത ധ്യാനപീഠം സ്ഥാപിച്ചത്. ലോകരക്ഷയ്ക്കായും മാനവ സമൂഹത്തിന്റെ മോചനത്തിനായും പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരി മലയിൽ ചുടുരക്തം ചിന്തി ബലിയർപ്പിച്ച് കറയറ്റ ത്യാഗവും പരിശുദ്ധ സ്നേഹവും ചാലിച്ചു നൽകിയ ദൈവപുത്രന്റെ പരിപാവനമായ മേനിയും തന്റെ ഓമന മകനെ ലോകത്തിനു മുന്നിൽ വച്ചു നീട്ടുന്ന പരിശുദ്ധ അമ്മയുടെ നിസ്വാർത്ഥ സ്നേഹവും തീർത്ഥാടകരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നു. ഏറെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് പിയാത്ത ധ്യാനപീഠത്തിൽ അനുഭവപ്പെടുന്നത്. നിലവിളക്കിലെ കെടാത്ത തിരുനാളവും നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായി നിരന്തരം ഒരുകിത്തീരുന്ന മെഴുകുതിരുനാളവും സ്നേഹത്തിന്റെ മലരുകളും ധൂപങ്ങളുടെ പുണ്യസുഗന്ധവും പിയാത്ത ധ്യാനപീഠത്തെ ഭക്തിസാന്ദ്രമാക്കുന്നു. കുരിശുമല കയറുന്ന ഓരോ വ്യക്തിയും പിയാത്ത ധ്യാനപീഠത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി നെറുകയിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. കുരിശുമല സംഗമവേദിയിലെ നിറസാന്നിധ്യമാണ് ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCDയുടെ പൂർണ്ണമായ പ്രതിമ. തെക്കൻ കുരിശുമലയുടെ പിതാവാണ് അദ്ദേഹം. വിശുദ്ധ ഗ്രന്ഥവും ജപമാലയും കയ്യിലേന്തി ചാരിതാർത്ഥ്യത്തോടെ നിറപുഞ്ചിരിയോടെ നിലകൊള്ളുന്ന അച്ഛന്റെ രൂപം സംഗമവേദിയെ ഐശ്വര്യപൂർണമാക്കുന്നു. 1935 നവംബർ 9 സുവിശേഷ പ്രചാരണാർത്ഥം ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD
കൊല്ലത്ത് നിന്ന് ഇവിടെ എത്തിച്ചേരുന്നത്. വൈദിക വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഭാരതത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങളിലും തനിമയിലും അദ്ദേഹം ഏറെ ആകൃഷ്ടനായിരുന്നു. ആ താല്പര്യമാണ് അദ്ദേഹത്തെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും എത്തിച്ചേരാൻ പ്രേരിപ്പിച്ചത്. 1939 മുതൽ 1973 വരെ നെയ്യാറ്റിൻകര മിഷനിൽ ഒട്ടേറെ ഇടവകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളെ അദ്ദേഹം മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി. അദ്ദേഹം സ്ഥാപിച്ച ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ, അനാഥാലയങ്ങൾ, ആശുപത്രികൾ, സന്യാസി മഠങ്ങൾ, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ അച്ഛൻ്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ സാക്ഷ്യപത്രമായി ഇന്നും നിലകൊള്ളുന്നു. ഉണ്ടൻകോട് വൈദികനായിരിക്കുമ്പോഴാണ് 1957 മാർച്ച് 27 ഉച്ചയ്ക്ക് 12:30 തന്റെ സഹപ്രവർത്തകർക്കൊപ്പം കൊണ്ടകെട്ടി എന്നറിയപ്പെടുന്ന മലമുകളിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചത്. ഇന്ന് തെക്കൻ കുരിശുമല ഭാരതത്തിലെ പ്രസിദ്ധിയാർജിച്ച തീർത്ഥാടന കേന്ദ്രമായി പരിലസിക്കുന്നു. 1973 സ്വദേശത്തേക്ക് യാത്രയായ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ 1974 ഡിസംബർ 25 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. കുരിശുമല തീർത്ഥാടനത്തിന് കാരണഭൂതനായ അദ്ദേഹത്തിന്റെ പാവന സ്മരണയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോ വർഷവും തീർത്ഥാടന പതാക ഉയരുന്നത്. ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛന്റെ പൂർണ്ണമായ രൂപത്തിനു മുന്നിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകളിൽ അച്ഛന്റെ ജീവചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 2009 മാർച്ച് 29 8.5 അടി ഉയരമുള്ള അച്ഛന്റെ പൂർണ്ണമായ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ഭക്തലക്ഷങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും സംഗമവേദിയെ പരിപാവനമാക്കിക്കൊണ്ടും ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛന്റെ പൂർണ്ണമായ രൂപം നിലകൊള്ളുന്നു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എന്ന ദിവ്യനാഥന്റെ തിരുമൊഴി പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രാർത്ഥനാ കേന്ദ്രമാണ് സംഗമവേദിയിലെ ഗെത്സമൻ പ്രാർത്ഥനാ ഗോപുരം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എന്ന ദിവ്യനാഥന്റെ തിരുമൊഴി പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രാർത്ഥനാ കേന്ദ്രമാണ് സംഗമവേദിയിലെ ഗെത്സമൻ പ്രാർത്ഥനാ ഗോപുരം. നെറുകയിലെ വിശുദ്ധ കുരിശിലേക്ക് മിഴിനീട്ടി പ്രാർത്ഥിക്കുന്ന ദിവ്യനാഥന്റെ മനോഹരമായ വിശ്വരൂപം മല കയറുന്ന ഏതൊരു തീർത്ഥാടകനും ആശ്വാസം പകരുന്നു. കരളുരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവാനുഗ്രഹം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് ദൈവപുത്രന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിനോടൊപ്പം ആയിരുന്ന് കുറെ നേരം പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചാണ് ഓരോ തീർത്ഥാടകനും മല കയറുന്നത്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഗെത്സമൻ പ്രാർത്ഥനാ കേന്ദ്രം. നിരന്തരം ഒഴുകിയെത്തുന്ന ഇളം തെന്നൽ, കണ്ണിന് കുളിർമയേകുന്ന താഴ്വാരങ്ങൾ, സസ്യലതാദികൾ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുൽമേടുകൾ, കുഞ്ഞരുവികളുടെയും തടാകങ്ങളുടെയും ഭംഗിയേറിയ കാഴ്ചകൾ, ഇവയൊക്കെ ഗെത്സമൻ പ്രാർത്ഥനാ കേന്ദ്രത്തിലായിരിക്കുന്ന ഓരോ വിശ്വാസിക്കും ആനന്ദലഹരി നിറയ്ക്കുന്നു. നെറുകയും വിശുദ്ധ കുരിശും ദൈവാനുഭൂതിയിൽ അമ്പരം ചുംബിയായി നിലകൊള്ളുന്നതും ഇവിടേക്കെത്തുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത തീർത്ഥാടകരെ 8-ാം കുരിശു മുതൽ കാണാനും ഇവിടെയായിരിക്കുന്ന വിശ്വാസിക്ക് സാധിക്കുന്നു. നെറുകയിലേക്ക് തീർത്ഥാടനം നടത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ഇവിടെ ആയിരുന്നു കൊണ്ട് വിശുദ്ധ കുരിശിനെ നോക്കി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. തീർത്ഥാടനത്തിനണയുന്ന ഓരോ വിശ്വാസിക്കും ദൈവാനുഭവവും പ്രാർത്ഥനാ ചൈതന്യവും സമൃദ്ധമായി നൽകുന്ന പുണ്യസങ്കേതമാണ് സംഗമവേദിയിലെ ഗെത്സമൻ പ്രാർത്ഥനാ ഗോപുരം. സംഗമവേദിയിലെ ആരാധനാലയം. തീർത്ഥാടന ദിവസങ്ങളിൽ ഇവിടെ വെച്ചാണ് പല ഭാഷകളിലായി ആരാധനകൾ അർപ്പിക്കപ്പെടുന്നത്. തീർത്ഥാടകർക്ക് പ്രാർത്ഥിക്കുവാനും ആരാധനകളിൽ പങ്കുചേരുവാനും ദൈവാനുഭൂതി അവരിൽ നിറയ്ക്കുവാനും സുഗമമായ രീതിയിലാണ് ഈ ഹാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിലും ഇവിടെ കുർബാന അർപ്പിച്ചു വരുന്നു.
കൈകെട്ടിയ ഈശോയുടെ കുരിശടി. വിചാരണ വേളയിൽ പീലാത്തോസിന്റെയും ജനങ്ങളുടെയും മുൻപിൽ അർത്ഥനഗ്നനാക്കപ്പെട്ട് മുൾക്കിരീടവും പേറി ദേഹമാസകലം മുറിവുകളോടെ വളരെ ക്ഷീണിതനായ അവസ്ഥയിൽ നിൽക്കുന്ന രാജാതിരാജനായ ക്രിസ്തുനാഥന്റെ തിരുസ്വരൂപം വിശ്വാസികളുടെ ഹൃദയങ്ങളെ ആഴമായി സ്പർശിക്കുകയും നയനങ്ങളെ ഈറനണിയിക്കുകയും ചെയ്യുന്നു. 57-ാം തീർത്ഥാടന വർഷത്തിലാണ് ഫാദർ ജോയ് മത്യദാസ് ഈ കുരിശടി പണി കഴിപ്പിച്ചത്. നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല, മരണശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റും ഇവൻ ചെയ്തിട്ടില്ല എന്ന പീലാത്തോസിന്റെ പ്രഖ്യാപനം ക്രിസ്തുനാഥന്റെ വേദനകളെ കൂട്ടുകയാണ് ചെയ്തത്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. നാഥന്റെ വാക്കുകൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് തന്റെ പീഡാസഹനവും മരണവുമെന്ന് വ്യക്തമാക്കുന്നു. സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന ഈശോയുടെ പീഡാസഹന മുഹൂർത്തങ്ങൾ സമന്വയിപ്പിക്കുന്നതാണ് കൈകെട്ടിയ ഈശോയുടെ കുരിശടി. അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന കുരിശടിയുടെ മുൻപിലിരുന്ന് യേശുവിന്റെ പീഡാസഹനവുമായി താതാത്മ്യം പ്രാപിക്കുവാനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഹൃദയങ്ങൾ തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നതാണ്. കുരിശിന്റെ വഴി സുഗമമാക്കുവാൻ വേണ്ടി 1984 മാർച്ചിലാണ് ഇഗ്നേഷ്യസ് അച്ഛന്റെ നേതൃത്വത്തിൽ ഇടത്താവളങ്ങളിലായി 13 കുരിശുകൾ കൂടി സ്ഥാപിക്കുന്നത്. പ്രകൃതി കനിഞ്ഞരുളിയ മനോഹരമായ കുരിശുമല പ്രദേശം കീഴ്ക്കാന്തൂക്കായ മലഞ്ചെരിവുകളും കുറ്റിക്കാടുകളും മുൾപ്പടർപ്പുകളും കൊണ്ട് നിറഞ്ഞവയാണ്. പാറകൾ തുരന്നും ഈറ്റക്കാടുകൾ വെട്ടിമാറ്റിയും ഒരുക്കിയ ഒറ്റയടി പാതയുടെ വശങ്ങളിലായാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന ദിവസങ്ങളിൽ രാത്രികളിലും സംഗമവേദി മുതൽ കുരിശുമല നെറുക വരെ കുരിശിന്റെ വഴി പ്രാർത്ഥന ഇടതടവില്ലാതെ ഉയരുന്നതിനാൽ യഥാർത്ഥത്തിൽ കുരിശുമല മറ്റൊരു കാൽവരിയായി മാറുന്നു. കാരുണ്യത്തിന്റെയും അഗതികളുടെയും അമ്മയായ വിശുദ്ധ മദർ തെരേസയുടെ കുരിശടി ഏവർക്കും കാരുണ്യം വർഷിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിന്റെ ആരാധനാ കേന്ദ്രത്തിൽ 5-ാം കുരിശിന് സമീപം പ്രക്ഷോഭിക്കുന്നു. കാരുണ്യ വർഷത്തിൽ തന്നെ കരുണയുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസയുടെ കുരിശടി സ്ഥാപിതമായി എന്നത് ദൈവത്തിന്റെ തിരുഹിതം തന്നെയാണ്. 2016 സെപ്റ്റംബർ 16-നാണ് നെയ്യാറ്റിങ്കര മുൻ രൂപതാ മെത്രാൻ അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവ് കുരിശടിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചത്. വിശുദ്ധ മദർ തെരേസയുടെ തിരുസ്വരൂപം പുതിയവിള സെന്റ് ആൽഫ്രഡ്സ് ദേവാലയത്തിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായാണ് കുരിശുമലയിലേക്ക് കൊണ്ടുവന്നത്. കുരിശടിയുടെ ആശീർവാദത്തിന് ശേഷം നടന്ന ദിവ്യബലിക്ക് മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ്, മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ഗാർഡൻ ഓഫ് മേഴ്സി, റോസറി ഗാർഡൻ, സെയിൻസ് ഗാർഡൻ എന്നിവയും കുരിശടിയുടെ സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടക ലക്ഷ്യങ്ങൾക്ക് കണ്ണിനും കാതിനും മനസ്സിനും ആനന്ദവും ആശ്വാസവും പകർന്നു നൽകിക്കൊണ്ട് പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് കുരിശടിയും പരിസരവും. കാരുണ്യത്തിന്റെ നിറകതിർ ചൊരിഞ്ഞുകൊണ്ട് കരുണയുടെയും അഗതികളുടെയും അമ്മ. കുരിശുമല തീർത്ഥാടന പാതയിലെ ഹൃദയഭാഗമായ 5-ാം കുരിശിന് സമീപം പണിതുയർത്തിയ പ്രാർത്ഥനാ കേന്ദ്രമാണ് ഹോളി ക്രോസ് നിത്യാരാധന ചാപ്പൽ. കാരുണ്യവർഷമായ 2016-ലാണ് കുരിശുമല ഡയറക്ടർ റവറൻ ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛൻ ചാപ്പലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അച്ഛന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് ഹോളി ക്രോസ് നിത്യാരാധന ചാപ്പൽ.
കുരിശുമല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന തീർത്ഥാടകർക്ക് കാരുണ്യനാഥന്റെ മുൻപിലായിരുന്നുകൊണ്ട് തങ്ങളുടെ ജീവിതഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതിനായുള്ള ഒരിടം. പ്രകൃതി കരിഞ്ഞരുളിയ അന്തരീക്ഷത്തിൽ ദിവ്യനാഥനോടൊപ്പം ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള പുണ്യസ്ഥലമാണ് ഹോളി ക്രോസ് നിത്യാരാധന ചാപ്പൽ. തീർത്ഥാടന പാതയിൽ 5-ാം കുരിശിനു സമീപത്തായി 61-ാം തീർത്ഥാടനത്തോടനുബന്ധിച്ച് സ്ഥാപിതമായ പ്രാർത്ഥനാ ഇടമാണ് സർവ്വജനപദങ്ങളുടെ നാഥാ കുരിശടി. 1945 മുതൽ 1959 വരെ 60 പ്രാവശ്യം ആംസ്റ്റർഡാമിൽ ഇഡാ പേർഡമാൻ എന്ന യുവതിക്ക് സകല ജനപദങ്ങളുടെ നാഥ എന്ന പേരിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. താൻ സകല കൃപാവര മതസ്ഥയും സഹരക്ഷകയും ദൈവജനങ്ങളുടെ അഭിഭാഷകയുമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന് അമ്മ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ 3 കാര്യങ്ങളും ഒരു വിശ്വാസ സത്യമായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നതിനായി ഏവരും പ്രാർത്ഥിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. ധാർമ്മിക അധപതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ എന്നിവയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുന്നതിന് ദിവസേന പ്രാർത്ഥിക്കണമെന്ന് സകല ജനപദങ്ങളുടെയും നാഥ അഭിലാഷിക്കുന്നു. പ്രാർത്ഥന ഇപ്രകാരം: കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. 2018 മാർച്ച് 10-ാം തീയതി രാവിലെ 10 മണിക്ക് കുരിശടിയുടെ ആശീർവാദ കർമ്മം തെക്കൻ കുരിശുമലയുടെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛൻ നിർവഹിച്ചു. കുരിശിന് സമീപമായി പാറമേൽ കൊത്തി നിർമ്മിച്ചിരിക്കുന്നത് മാതാവ് ഉണ്ണിയേശുവിനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന രൂപമാണ്. മല കയറി വരുന്ന തീർത്ഥാടകർക്ക് കണ്ണിന് കുളിർമയേകുന്നു. കുരിശുമലയുടെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ ശിലാരൂപം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. യാക്കോബിന്റെ കിണറിനെ അനുസ്മരിപ്പിക്കുന്ന ഉറവ് പറ്റാത്ത കിണർ ഇവിടെയുണ്ട്. ഇവിടെയുള്ള പരിശുദ്ധമായ തെളിനീർ തീർത്ഥാടകരുടെ ദാഹം അകറ്റുന്നു. നെറുകയിലെ വിശുദ്ധ കുരിശിനെ ഇവിടെ നിന്നും ദർശിക്കാൻ സാധിക്കുന്നത് തീർത്ഥാടകർക്ക് മറ്റൊരു അനുഭൂതിയാണ്. സമീപത്തായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് അബ്രഹാം വിശ്രമ കേന്ദ്രം. മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുവാനും മറ്റ് സൗകര്യങ്ങൾക്കുമായി അബ്രഹാം വിശ്രമ കേന്ദ്രം നിലകൊള്ളുന്നു. 2019 ഫെബ്രുവരി 21-ാം തീയതി പാറശാലയുടെ MLA ശ്രീ CK ഹരീന്ദ്രൻ അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രകൃതി സൗന്ദര്യത്തിന് പുകൾപുറ്റ തെക്കൻ കുരിശുമല 7-ാം കുരിശിന് സമീപമായി വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള വസ്തുക്കൾ കൊണ്ട് പണിതുയർത്തിയ വിശ്രമ കേന്ദ്രമാണ് തെക്കൻ കുരിശുമല പനോരമ കേന്ദ്രം. മല കയറി വരുന്ന തീർത്ഥാടകർക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അല്പസമയം വിശ്രമിക്കുവാൻ പറ്റിയ സ്ഥലമാണ് പനോരമ വിശ്രമ കേന്ദ്രം. പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള വസ്തുക്കളായ കാട്ടുമരങ്ങൾ, കാട്ടുപൂക്കൾ, കമ്പുകൾ, ഇലകൾ എന്നിവ കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ് പനോരമ വിശ്രമ കേന്ദ്രം. 2016 നവംബർ 19-നാണ് കുരിശുമലയുടെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛൻ ആശീർവാദ കർമ്മം നിർവഹിച്ചത്. തീർത്ഥാടന യാത്രയിൽ മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് അന്ത്യത്താഴ ചിത്രം. കുരിശിന്റെ വഴിയിലെ 7-ാം സ്ഥലത്തിന് സമീപമുള്ള വലിയ പാറയിലാണ് ഈ ചിത്രം ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. 15 അടി ഉയരവും 30 അടി വീതിയുമുള്ള മനോഹരമായ ഈ ചിത്രം തീർത്ഥാടകരുടെ മനസ്സിൽ ദിവ്യനാഥന്റെ പെസഹ മുഹൂർത്തത്തിന്റെ സജീവ സാന്നിധ്യം ഉണർത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പൂർ സ്വദേശിയും അറിയപ്പെടുന്ന കലാകാരനുമായ അലൻ നോട്ടാണ് പല നാളുകളെടുത്ത് ഈ ചിത്രം പൂർത്തീകരിച്ചത്.
പ്രകൃതിദത്തമായ പച്ചിലകളും പൂക്കളും കൊണ്ട് ഒരു നിറക്കൂട്ടുണ്ടാക്കിയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. പെയിന്റ് പോലുള്ള രാസവസ്തുക്കൾ ഈ ചിത്രത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. കുരിശുമല തീർത്ഥാടന പാതയിലെ പരിപാവനമായ 7ാം സ്ഥലത്തിന് സമീപം തീർത്ഥാടകരെ തന്റെ മാറോട് ചേർത്തണയ്ക്കാൻ കൈകൾ നീട്ടി നിൽക്കുന്ന നാഥന്റെ രൂപമാണ് അനുഗ്രഹിക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം. 57ാം കുരിശുമല തീർത്ഥാടന വർഷത്തിലാണ് മുൻ റെക്ടർ ഫാദർ ജോയ് മത്യദാസ് ഈ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചത്. ജീവിത ദുഃഖങ്ങളുടെ ഭാരമേറിയ കുരിശുകളും പേറി നെറുകയിലേക്ക് യാത്ര ചെയ്യുന്ന തന്റെ മക്കളെ കരുണാപൂർവം കൈകൾ നീട്ടി സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കരുണാനിധിയായ തമ്പുരാന്റെ സാന്നിധ്യം ഏവർക്കും ആശ്വാസവും ആനന്ദവും നൽകുന്നു. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ അണയുന്ന ഓരോ തീർത്ഥാടകനും ദൈവഭക്തിയിലും ദൈവകൃപയിലും ലയിച്ചു ചേരുവാനും ദൈവകൃപ അനുഭവിക്കുവാനുമായി കൈകൾ നീട്ടി അനുഗ്രഹിക്കുന്ന നാഥന്റെ വിശ്വരൂപം സഹായിക്കുന്നു. കാരുണ്യവർഷത്തിൽ കരുണയുടെ കവാടമായ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ 7ാമത്തെ സ്ഥലത്തിന് സമീപം വിരാജിക്കുന്ന അനുഗ്രഹ ഗോപുരമാണ് കരുണയുടെ മണിഗോപുരം. തീർത്ഥാടകർ കരുണയുടെ മണിഗോപുരത്തിൽ പ്രവേശിച്ച് നെറുകയിലെ വിശുദ്ധ കുരിശിനെ ദർശിച്ചുകൊണ്ട് കരുണയുടെ മണിമുഴക്കി തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. 2016 നവംബർ 16-ാം തീയതി കുരിശുമലയുടെ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി 11-ാം തീയതി ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായ 14 വയസ്സുകാരി ബെർണദീത്തായ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി. പലതവണ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്റെ 18-ാം ദർശനത്തിലാണ് ലോകസത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനോടൊപ്പം ഞാൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 1-ാം സ്ഥാനം ലൂർദിനാണ്. ലൂർദിൽ ബെർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവവും പ്രകൃതി രമണീയമായ കാനന ഭംഗിയും 8-ാം സ്ഥലത്തെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ദർശിക്കാൻ സാധിക്കും. തീർത്ഥാടകർക്ക് ദൈവാനുഗ്രഹവും മനസ്സിന് കുളിർമയും ആശ്വാസവും പകർന്നു നൽകിക്കൊണ്ട് ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോ കുരിശുമല തീർത്ഥാടന പാതയിൽ പരിലസിക്കുന്നു. കുരിശുമലയുടെ മുൻ റെക്ടർ ഫാദർ ജോയ് മത്യദാസ് ആണ് ഈ ഗ്രോട്ടോ ഇവിടെ സ്ഥാപിച്ചത്. നെറുകയിലെ ഗുഹ. തീർത്ഥാടന പാതയിൽ 13-ാം കുരിശിന് സമീപമാണ് നെറുകയിലെ ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ജോർജ്, എസ്തോൺ തുടങ്ങി ഒട്ടേറെ പേർ കുടുംബമടക്കം ഈ ഗുഹയിൽ താമസിച്ചിട്ടുണ്ട്. നെറുകയിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ച ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ അന്ന് തന്നെ ഈ ഗുഹയിൽ പ്രവേശിക്കുകയും പ്രാർത്ഥിച്ച് ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഗുഹയും ഒരു പുണ്യസ്ഥലമായി തീർന്നിട്ടുണ്ട്. തീർത്ഥാടനത്തിന്റെ ആദ്യ നാളുകളിൽ നെറുകയിൽ ദിവ്യബലിക്കായി കടന്നു വരുന്ന വൈദികർ ഇവിടെ താമസിക്കുന്നതിനോടൊപ്പം ദിവ്യബലിക്കായുള്ള വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിരുന്നു. മല കയറുന്ന ഭൂരിഭാഗം തീർത്ഥാടകരും ഈ ഗുഹ സന്ദർശിച്ചു മടങ്ങുന്നുമുണ്ട്. 13-ാം കുരിശിന് സമീപത്തായി ഒരു വറ്റാത്ത നീരുറവയും കാണപ്പെടുന്നുണ്ട്. ഈ നീരുറവയിൽ നിന്നുമാണ് നെറുകയിലേക്ക് ആവശ്യമുള്ള ജലം സ്വീകരിക്കുന്നത്. ഈ ജലം സ്വീകരിക്കുന്ന ഏതൊരു വിശ്വാസിക്കും മനസ്സിന് ശാന്തിയും കുളിർമയും ഏകുന്നു.
നാം ആയിരിക്കുന്നത് തെക്കൻ കുരിശുമലയുടെ കേന്ദ്രബിന്ദു എന്നറിയപ്പെടുന്ന വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ. തെക്കൻ കുരിശുമലയുടെ ഏറ്റവും പ്രധാനമായ പ്രാർത്ഥനാ കേന്ദ്രമാണ് നെറുകയിലെ വിശുദ്ധ കുരിശ്. തീർത്ഥാടനത്തിനായി അണയുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളെ തന്റെ മാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് വിശുദ്ധ കുരിശ് ഇന്നും പരിലസിക്കുന്നു. ഏകദേശം 3000-ഓളം അടി ഉയരത്തിലാണ് വിശുദ്ധ കുരിശ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ബെൽജിയം മിഷണറിയും കർമ്മലിത്ത സഫ നയനുമായ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനാണ് 1957 മാർച്ച് 27 ഉച്ചയ്ക്ക് 12:30 ഇവിടെ ആദ്യമായി കുരിശ് സ്ഥാപിക്കുന്നത്. ആദ്യം സ്ഥാപിച്ച മരക്കുരിശിന് പകരം പിന്നീട് ഇരുമ്പ് കുരിശ് സ്ഥാപിക്കുകയും അതിൽ അലുമിനിയം പെയിന്റ് അടിക്കുകയും ചെയ്തു. സമനിരപ്പിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളിപ്രഫയാൽ കുരിശ് മിന്നിത്തിളങ്ങും. ബാപ്റ്റിസ്റ്റ് അച്ഛൻ സ്ഥാപിച്ചത് വെള്ളിക്കുരിശാണെന്ന് കരുതി അത് മോഷ്ടിക്കാനും ശ്രമം നടന്നിരുന്നു. എന്നാൽ അവർ അതിൽ പരാജയപ്പെടുക എന്ന് മാത്രമല്ല, അവർക്ക് ഭ്രാന്തമായ അസുഖങ്ങൾ പിടിപെടുകയും ചെയ്തു. പിന്നീട് അവർ മാനസാന്തരപ്പെടുകയും ബാപ്റ്റിസ്റ്റ് അച്ഛനെ കണ്ട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അച്ഛന്റെ പ്രാർത്ഥനയാൽ തന്നെ അസുഖം ഭേദമാവുകയും ചെയ്തു. 1978 നീറ്റാണി അച്ഛന്റെ കാലത്ത് ഈ കാണുന്ന വിശുദ്ധ കുരിശും അൾത്താരയും പണികഴിപ്പിക്കുന്നത്. കണ്ണം ചിമ്മിപ്പിക്കുന്ന ഈ പ്രകൃതി ഭംഗിയാണ് വിശുദ്ധ കുരിശിന് മോടി കൂട്ടുന്നതും. നെറുകയിൽ നിന്ന് നാം വീക്ഷിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങി 4 സംസ്ഥാനങ്ങളുടെ ഹരിത ഭംഗി നമുക്ക് ആസ്വദനീയമാണ്. തീരാ രോഗങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ഒക്കെ നെറുകയിലെ വിശുദ്ധ കുരിശിനെ ദർശിച്ച് വരദാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ നിന്നും മടങ്ങുന്നു. ആശ്രിതർക്ക് അഭയം നൽകി അനുഗ്രഹത്തിന്റെ പൂമഴ ചൊരിഞ്ഞുകൊണ്ട് തെക്കിന്റെ തിലകമായി വിശുദ്ധ കുരിശ് പരിലസിക്കുന്നു.